ഹലോ കൂട്ടുകാരെ, അടുക്കളയിൽ നിന്നും എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസിന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി വെള്ളയപ്പമായിട്ടാണ്, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല മുരുമുരാന്നിരിക്കുന്ന നല്ല പതുപതുത്ത നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പൂ പോലുള്ള വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള റെസിപ്പി നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളയപ്പം തയ്യാറാക്കുന്നത് സാധാരണ പത്തിരിയും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കുന്ന സാധാരണ പൊടിയിലാണ്. അപ്പോൾ ആ എടുക്കുന്ന പൊടിയിൽ നിന്ന് ഒരു 4 ടീസ്പൂൺ പൊടി നമ്മളൊരു കുഞ്ഞു കപ്പിലെടുത്ത് മാറ്റി വയ്ക്കുക. അതൊരു പാത്രത്തിലേക്ക് കൊട്ടിയിടാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം, ചെറിയ കപ്പ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചായയൊക്കെ എടുക്കുന്നതിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്തൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ആക്കരുത് കേട്ടോ. ഒട്ടും ഫ്ലെയിമൊന്നും ഇല്ലാണ്ട് സാധാരണ നമ്മൾ ടാപ്പ് വാട്ടറിൽ ഈ സാധാരണ പൊടിയൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ കട്ടയെല്ലാം പോയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുക, ഗ്യാസ് കത്തിക്കുക. നന്നായിട്ട് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക. കൈവിടാണ്ട് ഇളക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേനും നന്നായിട്ട് കട്ടയൊക്കെ പോയി ഈ ഒരു കുറുക്ക് പരുവത്തിലാകുമ്പോഴത്തേനും നമ്മുടെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കേണ്ടത്, ചൂടോടുകൂടി തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നുള്ള് ഈസ്റ്റ്. എൻ്റെ അടുത്ത് തരി ഈസ്റ്റാണ് ഉള്ളത് കേട്ടോ. വലിയ ഈസ്റ്റ് ആണെങ്കിൽ അതൊരു 2-3 എണ്ണം ഇട്ടാൽ മതി. ഒരു നുള്ള് തരി ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും ചേർക്കണം. കാരണം ഫെർമെൻറ്റേഷൻ നടക്കണമെങ്കിൽ പഞ്ചസാര ഈസ്റ്റും ഒക്കെ ഏകദേശം ഒരു പ്രത്യേക റേഷ്യോയിൽ ആ മാവിൽ ചെല്ലണം. അപ്പോൾ പഞ്ചസാര ഇട്ടതിന് ശേഷം ആ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഏകദേശം നമ്മുടെ ഈ തരി കാച്ചി വെച്ചതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറയും. അതായത് നമുക്ക് കൈയൊക്കെ വെച്ച് തൊടാൻ പാകത്തിനുള്ളൊരു ചൂടിൻ്റെ പരുവത്തിലേക്ക് വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1 മിനിറ്റ് ഒന്നത് തണുക്കാൻ വേണ്ടി വെക്കുക. ഒന്ന് സെറ്റായി അതൊന്ന് തണുത്തു വരുന്ന നേരത്ത് ഞാനിവിടെ പൊടി എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന സാധാരണ വറുത്ത പൊടിയാണ്. അത് ഒരു 1/2 കിലോ ഞാനിത് മെഷർമെൻറ്റ് കപ്പിൽ എടുത്തിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് നമ്മുടെ തരി കാച്ചി കുറുക്കി വെച്ചതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തു. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ 2 മുറി, അതായത് ഒരു വലിയ തേങ്ങയുടെ കട്ടിപ്പാലാണ് എടുത്തിട്ടുള്ളത്. 2ാം പാലൊന്നും എടുത്തിട്ടില്ല, 1ാം പാല് മാത്രം, നല്ല കട്ടിപ്പാൽ. അതിപ്പോൾ 1-2 തവണയായിട്ട് ഞാനത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാൻ നമുക്ക് മടിയാണെങ്കിൽ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഇവിടെ ഞാൻ നന്നായിട്ട് കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒഴിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ജാറിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൾസ് ചെയ്തെടുക്കുമ്പോഴത്തേനും ഒന്നും കൂടി കട്ടയില്ലാണ്ട് കിട്ടും. പക്ഷേ ഇവിടെ ഞാൻ 1-2 തവണയായിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ചത്. അതുകൊണ്ട് വലിയ കട്ടകെട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മിക്സിയുടെ ജാറിലൊന്നും പൾസ് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ടത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പൊടിയും തേങ്ങാപ്പാലും ഈസ്റ്റും പഞ്ചസാരയും തരി കാച്ചിയതും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം, ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അടച്ചു വെക്കുക. അത്യാവശ്യം ഒരു ഏറ് കയറുന്ന ഒരു സംവിധാനം വേണം കേട്ടോ, അല്ലെങ്കിൽ ഇത് മാവ് പൊങ്ങാൻ ഒത്തിരി താമസിക്കും. നമ്മളിത് രാത്രി കിടക്കുന്നതിന് മുന്നേക്കെ കാച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. രാത്രിത്തേക്കാണെങ്കിൽ നമുക്കിത് ഉച്ചയാകുമ്പോഴത്തേനൊന്ന് കാച്ചി വയ്ക്കാം. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാവൊക്കെ പുളിച്ചു വന്നിട്ടുണ്ട്. നല്ല തരിതരിയായിട്ട് ബബിൾസ് എല്ലാം വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാവ് നല്ല പതുപതുപ്പായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇത് തരിച്ചു പൊങ്ങുന്നതിന് മുന്നേ തന്നെ ചേർത്താലും വിഷയമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കുന്ന ഒരു ചട്ടി അടപ്പത്ത് വെച്ച ശേഷം നമ്മൾ സാധാരണ വെള്ളയപ്പം ചുട്ടെടുക്കുന്ന പോലെ മാവ് കോരി ഒഴിച്ച് ചുറ്റിച്ച് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുട്ടെടുക്കാം. ഇതിപ്പോൾ പാലപ്പം എന്നാണ് എല്ലാവരും പറയണത് കോമൺലി.
പക്ഷേ ഇത് പാലപ്പവും വെള്ളയപ്പവും ഒക്കെ എറണാകുളത്തുകാർക്ക് ഏകദേശം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ദാ ഞങ്ങളുടെ എറണാകുളത്തുകാരുടെ വെള്ളയപ്പം ദാ ഇങ്ങനെയാണ്. ഒരു 2 3 ചുറ്റിക്കൽ ചുറ്റിക്കും. അത് നടുക്ക് ദാ ചെറുതായിട്ടൊന്ന് പൊങ്ങി അരികൊക്കെ ഒന്ന് നൈസായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയം വരേക്കും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം എന്താ തുറന്ന് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് വെള്ളയപ്പം, പൂ പോലുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൽ ഓളൊന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്